ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ, ഖദീജ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. മേലേക്കാളികാവ് അങ്കണവാടി കെട്ടിടം പൊളിച്ചുമാറ്റിയിട്ട് 4 വർഷമാകുന്നു. പുതിയ ഹൈടെക് കെട്ടിടം പണിതിട്ട് 2 വർഷവും കഴിഞ്ഞു. വൈദ്യുതീകരിക്കാത്തതിനാൽ അങ്കണവാടി ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തന്നെയാണ്. കാളികാവ് പഞ്ചായത്തിലെ മേലേക്കാളികാവ് അങ്കണവാടി ഈ വർഷവും പ്രവർത്തിക്കാനായില്ല. വൈദ്യുതീകരണം നടത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് നിർമ്മാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും അങ്കണവാടി നോക്കുകുത്തിയായി നിൽക്കാൻ കാരണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് വിഹിതം 2 ലക്ഷവും ICDS ഫണ്ട് 2 ലക്ഷവും എന്നിങ്ങനെ 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പണി പൂർത്തിയാക്കിയത്. അങ്കണവാടി പൊളിച്ചുമാറ്റിയിട്ട് 4 വർഷമായി. പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തിയായി 2 വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതീകരിക്കാത്തതാണ് ഇപ്പോഴും വാടക കെട്ടിടത്തിൽ അങ്കണവാടി പ്രവർത്തിക്കാൻ കാരണം. ജീർണിച്ചതും അസൌകര്യങ്ങൾ മൂലം പ്രയാസപ്പെടുന്നതുമായ വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി വാർഡ് മെമ്പർ പലതവണ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യമുന്നയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിനായി 1 ലക്ഷം രൂപ കൂടി മാറ്റിവെച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. തൽക്കാലം ഒരു ഫാനും ബൾബും സ്ഥാപിച്ച അങ്കണവാടിയിലേക്ക് കുട്ടികളുമായി ഇരിക്കാനാണ് പദ്ധതിയെന്ന് വാർഡ് മെമ്പർ കവിത സാജു പറഞ്ഞു. ഗേറ്റ് എന്നിവയുടെ നിർമ്മാണവും നടത്താനുണ്ട്. ഇതിനുള്ള ഫണ്ടും പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. അങ്കണവാടി ഞാൻ കയറിയ ഉടനെയാണ് ലേലം ചെയ്ത് പൊളിച്ചത്. 4 വർഷമായി പൊളിച്ചിട്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് അതിന് വാർപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കറണ്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ കുട്ടികളെ നമ്മളൊരു വാടക കെട്ടിടത്തിലാക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു വർഷമായി ഒഴിയാൻ പറയുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് കിട്ടിയാൽ മാറും. അപ്പോൾ വയറിങ്ങിന് കഴിഞ്ഞ വർഷം ഞാൻ 1 ലക്ഷം ഫണ്ട് വെച്ചതാണ്. പക്ഷേ ടെൻഡർ ആയിരുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോൾ ഇവിടെ 4 അംഗനവാടിക്കാണ് പഞ്ചായത്തിൽ ഫണ്ട് വെച്ചതെന്ന് ഓരോ ലക്ഷം. പക്ഷേ അതിൽ 2 അംഗനവാടിയാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ഞങ്ങളത് അതിൽ പെട്ടിട്ടില്ല. അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ അവർ ഓരോന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞ് മാറുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അത് വീണ്ടും അയാളെ വിളിച്ച് എസ്റ്റിമേറ്റ് എടുത്ത ആളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഈ ഒരു അംഗനവാടി നമുക്ക് തന്നിട്ടില്ല, ലിസ്റ്റിൽ പേര് തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ ചെന്ന് ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഒന്നും നടന്നില്ല. ഇപ്പോൾ സ്പിൽ ഓവറായിട്ട് വീണ്ടും DPC അംഗീകാരം കിട്ടിയാൽ നമുക്ക് ഉടനെ ടെൻഡർ വെക്കുന്നതാണ് അവർ പറയണത്. വെച്ചാൽ നമുക്ക് മാറാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കറണ്ട് KSEBിനോട് പറഞ്ഞിട്ട് ഒരു ഫാനും ലൈറ്റും വെച്ച് കുട്ടികളെ അങ്ങോട്ട് മാറ്റാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പിന്നെ ഒരു 4 ലക്ഷം വേറെയും വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പണികൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ടെൻഡർ ആയിട്ടില്ല. അങ്ങനെ വൈകിക്കണം എന്താണെന്നുള്ളത് നമുക്ക് അറിയണില്ല. നമ്മൾ പഞ്ചായത്ത് നിരന്തരം ഇത് പറയുന്നുണ്ട്. കുട്ടികളുടെ അവസ്ഥയും ദയനീയമാണ്. എന്താണെന്നുള്ളത് മനസ്സിലാവണില്ല. വർഷം അങ്ങനെ പോവുകയാണ്. 15 കുട്ടികളാണ് അങ്കണവാടിയിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ജീർണിച്ച വാടക കെട്ടിടത്തിലേക്ക് കുട്ടികളെ അയക്കാൻ മാതാപിതാക്കൾക്ക് ഭയമാണ്. വാടകയുടെ പകുതി ഭാഗം നാട്ടുകാരും പകുതി ICDSുമാണ് നൽകുന്നത്. അധികൃതരുടെ അനാസ്ഥ കാരണമാണ് 4 വർഷത്തോളമായി നാട്ടുകാർ പിരിവെടുത്ത് കെട്ടിടത്തിന്റെ വാടക നൽകേണ്ടി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.